വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോണത് DNA സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും DNA എന്നുള്ള വാക്ക് അല്ലേ? എന്താണ് DNA? അല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ DNA കാണപ്പെടുന്നത്? നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ DNA എന്നുള്ള വാക്ക്? നമ്മൾ എവിടെയാണ് DNA കേട്ടിട്ടുള്ളത്? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ജീവിയുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് അല്ലേ? ഓക്കെ, ഈ സെല്ലിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഒരു റൗണ്ട് ഷേപ്പിൽ മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ കാണാം. ഈ സ്ട്രക്ചറിന്റെ പേരാണ് എന്ത് മക്കളെ? ന്യൂക്ലിയസ് എന്ന് പറയും അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം, നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ എല്ലാവരുടെയും ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുകൾ കൊണ്ടാണ്. ഈ സെല്ലിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ കാണാം. ഈ സ്ട്രക്ചറിന്റെ പേരാണ് എന്ത്? ന്യൂക്ലിയസ്. ഓക്കെ, ഈ ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ന്യൂക്ലിയസിന് 5 ഭാഗങ്ങളുണ്ട്. ആ ന്യൂക്ലിയസിനെ കവർ ചെയ്തിട്ടുള്ള മെംബ്രെയിൻ്റെ പേരാണ് എന്ത്? ന്യൂക്ലിയർ മെംബ്രെയിൻ. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് പോർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലേ? പോർ പോലത്തെ കുറെ ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണുന്നില്ലേ? ഈ സുഷിരങ്ങൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ന്യൂക്ലിയർ പോർ എന്ന് പറയും. ഓർമ്മയില്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 സ്ട്രക്ചർ കാണാം അല്ലേ? ഒന്നാമത്തെ ആണ് എന്ത്? അതിനകത്ത് ഫ്ലൂയിഡ് ലൈക്ക് പോർഷൻ നമ്മൾ എന്താ പറഞ്ഞിരുന്നേ? ന്യൂക്ലിയോ പ്ലാസം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ന്യൂക്ലിയോ പ്ലാസം. അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലേ? ഒരു റൗണ്ട് ഷേപ്പിൽ. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഇത് നമ്മൾ പറഞ്ഞ പേരായിരുന്നു ന്യൂക്ലിയോ ലെസ് എന്നാ പറയാം. എന്താ പറയേണ്ടത്? ന്യൂക്ലിയോ ലെസ് എന്ന് പറയും. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് വേണ്ട ഭാഗം ഏതാണെന്ന് അറിയൂ? ഇതിനകത്ത് ചെറിയ ചെറിയ എന്താണ് ഫൈബർ ലൈക്ക് പോർഷൻസ് കാണാം അല്ലേ? ഈ ഫൈബർ ലൈക്ക് പോർഷൻസിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ക്രോമാറ്റിൻ റെട്ടിക്കുലം എന്ന് പറയും. എന്ത് പറയണം മക്കളെ? ക്രോമാറ്റിൻ റെട്ടിക്കുലം. എല്ലാവർക്കും ഓർമ്മയില്ലേ? ഈ ക്രോമാറ്റിൻ റെട്ടിക്കുലത്തിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ കാണപ്പെടുന്നത് അല്ലേ? ഈ ജനറ്റിക് മെറ്റീരിയലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്? DNA എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർമ്മ വന്നോ? ചെറിയൊരു ഓർമ്മ വന്നോ? ഓക്കെ, ഇതാണ് നമ്മുടെ സെല്ല്. ഈ സെല്ലിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂക്ലിയസ് കാണാം. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്? ക്രോമാറ്റിൻ റെട്ടിക്കുലം അല്ലെങ്കിൽ ക്രോമസോം കാണപ്പെടുന്നത്. ഈ ക്രോമസോം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? DNA കൊണ്ടാണ് കേട്ടോ. ഈ DNA കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയില്ലേ? ഓക്കെ, ഇനി പെട്ടെന്ന് കത്തും. ഓക്കെ, അപ്പോൾ നോക്കിക്കോ മക്കളെ, ആരാണ് ആദ്യമായി DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചത്? ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം 2 സയന്റിസ്റ്റുകളാണ് DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ടുള്ളത്. നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? DNA സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ DNA സ്ട്രക്ചർ ആദ്യമായിട്ട് കണ്ടുപിടിച്ച 2 സയന്റിസ്റ്റുകളാണ് ആരെന്ന് പറഞ്ഞത്? ജെയിംസ് വാട്സണും അതേപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്കും. ഇത് കണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഫിഗർ ആണ്. ഓക്കെ, ഈ 2 സയന്റിസ്റ്റുകളാണ് ആദ്യമായിട്ട് എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്? DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അവർ കണ്ടുപിടിച്ച സ്ട്രക്ചറിന് അവരൊരു പേരും കൊടുത്തു. എന്താണ് ആ പേര്? ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയും. കണ്ടോ? ഇതിനകത്ത് കണ്ടോ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത്? ഇങ്ങനെ അറേഞ്ച് ചെയ്ത ആ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ഡബിൾ ഹെലിക്കൽ മോഡൽ അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ആരാണ് ആദ്യമായി ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA കണ്ടുപിടിച്ചത്? ആരാണ്? ജെയിംസ് വാട്സണും അതേപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്കും. ഓക്കെ, ഇനി DNA ഫുൾ ഫോം എന്താണെന്നറിയാവോ? എന്താണ് DNA ഫുൾ ഫോം? DNA ഫുൾ ഫോം ആണ്, ശ്രദ്ധിച്ച് കേട്ടോട്ടെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഒന്ന് പറഞ്ഞേടാ മക്കൾ, എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അത് കണ്ടുപിടിച്ച 2 സയന്റിസ്റ്റ് ആണ് ജെയിംസ് വാട്സണും അതേപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്കും. ഏത് വർഷമാണ് അവർ കണ്ടുപിടിച്ചതെന്നറിയോ? 1953. ഓക്കെ ആണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ? ഇനി DNA സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഓരോ DNA, ഇതാണ് DNA അല്ലേ? DNA ഓരോ ചെറിയ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ചെറിയ യൂണിറ്റുകൾ കൊണ്ടാണ് നമ്മളെ DNA ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. എന്താ പറയേണ്ടത് മക്കളെ? ന്യൂക്ലിയോടൈഡ്. ഓക്കെ, DNA ഓരോ ചെറിയ യൂണിറ്റുകളെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ്. ഒരു ന്യൂക്ലിയോടൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ആൾക്കാരെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ന്യൂക്ലിയോടൈഡിൽ നോക്കിയാൽ 3 ആൾക്കാരെ കാണാൻ പറ്റും. ഈ പെൻഡഗൺ പോലെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞ പേരാണ് ഷുഗർ മോളിക്യൂൾ എന്ന് പറയും. എന്ത് പറയുക മക്കളെ? ഷുഗർ മോളിക്യൂൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂക്ലിയോടൈഡ്, നമ്മുടെ DNA ഓരോ ചെറിയ യൂണിറ്റുകളെയും പറഞ്ഞ പേരാണ് എന്ത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. ഈ ന്യൂക്ലിയോടൈഡിന്റെ ഉള്ളിൽ നോക്കിയാൽ ഞങ്ങൾക്ക് 3 ആൾക്കാരെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിനകത്ത് ഒന്നാമത്തെ ആളാണ് ആരെന്ന് പറഞ്ഞത്? ഷുഗർ. ഓക്കെ, ആ നടുവിൽ കാണുന്ന പെൻഡഗൺ ഷേപ്പ് ആയിട്ടുള്ള ആളാണ് ആരെന്ന് പറഞ്ഞത്? ഷുഗർ എന്ന് പറയുന്നത്. ഇനി നടുവിൽ നോക്കിക്കഴിഞ്ഞാൽ റെക്ടാങ്കിൾ ഷേപ്പ് കണ്ടോ? ഈ റെക്ടാങ്കിൾ ഷേപ്പിന് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? നൈട്രജൻ ബേസ് എന്ന് പറയും. എന്ത് പറയുക മക്കളെ? നൈട്രജൻ ബേസ് എന്നാണ് പറയാം. ഓക്കെ,
ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ആളെയും കിട്ടിയില്ലേ? ഒന്നാമത്തെ ആളാരായിരുന്നു? ഷുഗർ. രണ്ടാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്? നൈട്രജൻ ബേസ്. മൂന്നാമത് നോക്കി ഇവിടെ റൗണ്ട് ഷേപ്പ് കണ്ടോ? ഈ റൗണ്ട് ഷേപ്പിൽ നമ്മൾ പറഞ്ഞ പേരാണിത് ഫോസ്ഫേറ്റ് മോളിക്യൂൾ അല്ലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, ഈ മൂന്നാൾക്കാർ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ന്യൂക്ലിയോടൈഡ് ഉണ്ടാകുന്നത്. ഈ ന്യൂക്ലിയോടൈഡുകൾ ഒരുപാട് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു DNA സ്ട്രാൻഡ്. ഈ ഒരു സ്ട്രാൻഡ് ഉണ്ടാകുന്നത് ഈ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ്. ഓക്കെ, ഇനി നോക്കിയാൽ മക്കളെ, ഇതാണ് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടുണ്ടാവണം ആ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടീച്ചർ വേറൊരു കളറിൽ കാണിച്ചു തരാം. ഇതാണ് ന്യൂക്ലിയോടൈഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രാൻഡിലാണ് ന്യൂക്ലിയോടൈഡ് കാണാൻ പറഞ്ഞല്ലേ? ന്യൂക്ലിയോടൈഡിന്റെ 3 ഷേപ്പുകൾ കിട്ടിയില്ലേ? ഓക്കെ, ഇനി അതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ, ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് വരകൾ കണ്ടോ? ഈ വരകളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു DNA നടുവിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് വരകൾ കാണാം അല്ലെ? ഈ വരകളാണ് എന്തെന്ന് പറയുന്നത്? നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് DNA 4 നൈട്രജൻ ബേസ് പഠിക്കാനുണ്ട്. ഓക്കെ, 4 നൈട്രജൻ ബേസ് ആണ് നമുക്ക് DNA പഠിക്കാനുള്ളത്. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, 4 നൈട്രജൻ ബേസ് ഏതൊക്കെയായിരുന്നു? അഡിനിൻ, അവിടെ കാണുന്നില്ല അല്ലെ? ഓക്കെ, ടീച്ചറുടെ എഴുതി കാണിച്ചില്ല. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഈ 4 നൈട്രജൻ ബേസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ DNA വരുന്ന നൈട്രജൻ ബേസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അത് നോക്കിയേ, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ പെയറിംഗ് ആണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അഡിനിൻ ആരുമായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ? തൈമിനുമായിട്ട് മാത്രമേ പെയർ ചെയ്യുള്ളൂ. ഓക്കെ, അഡിനിനും തൈമിനും ഒരു ഫ്രണ്ടാണ്, അതായത് ഒരു ഫ്രണ്ട്, 2 ഫ്രണ്ട്സ് ആണ്. അത് അവർ തമ്മിൽ മാത്രം എന്ത് ചെയ്യാറുള്ളൂ? എപ്പോഴും പെയറിംഗ് നടത്താറുള്ളൂ. അതേപോലെ തന്നെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്വാനിനും സൈറ്റോസിനും കാണാം. ഇവർ രണ്ടുപേരും 2 ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അഡിനിന് ആരുമായിട്ട് മാത്രമേ കമ്പനി കൂടുള്ളൂ? തൈമിനുമായിട്ട് കൂടിച്ചേരുള്ളൂ. അതേപോലെ തന്നെ ഗ്വാനിന് ആരുമായിട്ട് മാത്രമേ കൂടിച്ചേരുള്ളൂ? സൈറ്റോസിനുമായിട്ട് മാത്രമേ കൂടിച്ചേരുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, സൈറ്റോസിൻ ആരുമായിട്ട് മാത്രമേ കൂടിച്ചേരുള്ളൂ? ഗ്വാനിൻ എന്ന് പറഞ്ഞ നൈട്രജൻ ബേസുമായിട്ട് മാത്രം കൂടിച്ചേരുള്ളൂ. ഓക്കെ, മൂപ്പിലാൻ എന്ത് ചെയ്യാൻ പറ്റില്ല? തൈമിനുമായിട്ടോ അഡിനിനുമായിട്ടോ എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പനി കൂടാനായിട്ട് പറ്റൂല. ഓക്കെ, അതേപോലെ തന്നെയാണ് എന്ത്? അഡിനിൻ ആരുമായിട്ട് മാത്രമേ കൂടിച്ചേരുള്ളൂ? തൈമിനുമായിട്ട് മാത്രം കൂടിച്ചേരാൻ പറ്റുള്ളൂ. മൂപ്പിലാൻ വേറെ ആരുമായിട്ട് എന്ത് ചെയ്യില്ല? കൂടിച്ചേരില്ല. ഓക്കെ, അങ്ങനെ 4 എന്താ പറയാ നൈട്രജൻ ബേസുകൾ വരുന്നുണ്ട്. അതിനകത്ത് പെയറിങ്ങും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇന്ന് നോക്കിയേ, നടുവിലൊരു ഷുഗർ മോളിക്യൂൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ ഷുഗർ മോളിക്യൂളിന് ഒരു പേരുണ്ട്. ഓക്കെ, DNA വരുന്ന ഷുഗർ മോളിക്യൂളിന്റെ പേരാണ് എന്ത്? ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയും. എന്താ പറയുക മക്കളെ? ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ DNA സ്ട്രക്ചറിൽ തന്നെ. ഇത്രയും ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക എന്നിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.